നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഡിഷ് ഇഡ്ഡലിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് ഇഡ്ഡലി റൈസ് ആണ്. 1 കപ്പ് ഇഡ്ഡലി റൈസ് വേണം. അതുപോലെ ഇത് ഉഴുന്നാണ്, 1/2 കപ്പ് ഉഴുന്ന്. പിന്നീട് നമുക്കൊരു കുറച്ച് ചോറ് വേണം. പിന്നെ ഇത് ഉലുവയാണ്, കുറച്ച് ഉലുവയും വേണം. അരി നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം ഒരു 3-4 മണിക്കൂർ അരി കുതിർത്തണം. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഉലുവയും കൂടി നമ്മൾ അരിയുടെ കൂടെ ഇടുന്നുണ്ട്. ഉഴുന്നും നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം നമ്മൾ നല്ല വെള്ളം ഒഴിച്ച് ഇത് കുതിർത്താനായിട്ട് വെക്കുകയാണ്. അരിയും ഉഴുന്നും ഒരു 5-6 മണിക്കൂർ ഇരുന്ന് കുതിരട്ടെ. ഉഴുന്ന് നമ്മൾ നല്ല രീതിയിൽ കഴുകിയിട്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് കുതിർത്താനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ വെള്ളവും തണുത്ത് കിട്ടും, ഉഴുന്നും തണുത്ത് കിട്ടും. അപ്പോൾ ഈ വെള്ളം തന്നെ ഒഴിച്ച് നമുക്ക് അരിയും ഉഴുന്നും അരച്ചെടുക്കാം. ഒരു 5-6 മണിക്കൂർ നേരം അരിയും ഉഴുന്നും കുതിർത്താനായിട്ട് ഇട്ടിരുന്നു. അരി നല്ല രീതിയിൽ വീണ്ടും കഴുകി വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഉഴുന്ന് നല്ല രീതിയിൽ ഇപ്പോൾ തണുത്താണ് ഇരിക്കുന്നത്. ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഈ ഉഴുന്ന് അരച്ചെടുക്കാം. നമുക്ക് ഉഴുന്ന് ആദ്യം അരയ്ക്കാം. ഈ ഉഴുന്ന് കുതിരാൻ ഇട്ടിരിക്കുന്ന ഈ വെള്ളം ഒഴിച്ച് തന്നെയാണ് നമ്മൾ ഈ ഉഴുന്നും അരിയും ഒക്കെ അരച്ചെടുക്കുന്നത്. ഏകദേശം ഒരു 2 കപ്പ് വെള്ളം നമ്മൾ കുതിരാനായിട്ട് ഇട്ടിരുന്നു, ഉഴുന്ന് കുതിരാനായിട്ട്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കട്ടെ. ഉഴുന്ന് നമ്മൾ നല്ല രീതിയിൽ അരച്ചെടുത്തു. അതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇപ്പം മിക്സി ഒന്നും ഒട്ടും ചൂടായിട്ടില്ല. നമ്മൾ തണുത്ത ഉഴുന്നും തണുത്ത വെള്ളമാണല്ലോ അരച്ചത്. അല്ലെങ്കിൽ സാധാരണ മിക്സി ചൂടാവും. മിക്സി ചൂടായാൽ നമ്മുടെ ഇഡ്ഡലി നന്നാവില്ല. ഇഡ്ഡലി നന്നാവാത്തതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം അരിയും ഉഴുന്നും അരയ്ക്കുമ്പോൾ മിക്സി ചൂടാവണതാണ്. ഇനി ഈ അരിയും കൂടെ നമുക്ക് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ നമ്മൾ ഉഴുന്ന് കുതിർത്താനിട്ടിരുന്ന ഈ വെള്ളം ഇത് ഇത്രയും കൂടി ബാലൻസ് ഉണ്ട്, അതൊഴിച്ചാണ് അരയ്ക്കുന്നത്. ആദ്യം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. ഏകദേശം ഒരു നിൽക്കത്തക്ക രീതിയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല രീതിയിൽ അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മൾ അരിയും നല്ല രീതിയിൽ അരച്ചെടുത്തു. ഇനി നമ്മൾ അരയ്ക്കുന്നത് ചോറാണ്. ഈ ചോറ് 1/2 കപ്പാണ് ചോറ്. 1/2 കപ്പ് ഉഴുന്ന്, 1/2 കപ്പ് ചോറ്. ചോറ് നമ്മൾ അളന്നെടുക്കുമ്പോൾ ഒരു സ്പൂണും എടുത്ത് ഇങ്ങനെ കോരിയിടണം. അതായത് നമ്മൾ ഒരുപാട് അമർത്തിയൊന്നും അളന്നെടുക്കരുത്. അപ്പോൾ ചോറൊക്കെ അധികമായി പോവും, അളവ് കൂടി പോവും. ഒരു ലെവല് ഇതുപോലെ തന്നെ ഒരു ലെവൽ എടുത്താൽ മതി. ഈ രീതിക്ക് എടുക്കുക. ഇനി നമ്മൾ വെള്ളം കുറച്ചും കൂടി ബാലൻസ് ഉണ്ട്. ഇത് കണ്ടോ, ഉഴുന്ന് കുതിർത്തിയ ആ വെള്ളം ഒഴിച്ചാണ് അരയ്ക്കുന്നത്. ഇത് ഞാൻ വെള്ളത്തിന് ഇത്ര പ്രാധാന്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഡ്ഡലിക്ക് ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ ഇഡ്ഡലി നന്നാവില്ല. അതുപോലെ തന്നെ ഉഴുന്നും അരിയും ഒക്കെ അരയ്ക്കുമ്പോൾ നല്ല രീതിയിൽ ചൂടായാൽ നമ്മുടെ ഉഴുന്നിൻ്റെ ഫെർമെൻറ്റേഷൻ ശരിയാവില്ല. ഉഴുന്ന് ചൂടായാൽ ഈസ്റ്റിൻ്റെ മാതിരി അല്ലല്ലോ. ഈസ്റ്റിന് അല്പം ചൂട് കിട്ടിയാൽ അത് ഫെർമെൻറ്റേഷൻ കൂടുക ചെയ്യുന്നത്. ഉഴുന്ന് ചൂടായാൽ ഫെർമെൻറ്റേഷൻ കുറയുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഉഴുന്നും വെള്ളമൊക്കെ തണുത്തിരിക്കണം എന്ന് പറയുന്നത്. ചോറും നമ്മൾ നല്ല രീതിയിൽ അരച്ചെടുത്തു. നല്ല രീതിയിൽ അരച്ചു. ഇനി ഇത് റവയാണ്. ഇത് കണ്ട് വലിയ സ്പൂണിന് 2 സ്പൂൺ റവ അളന്ന് വെച്ചിരിക്കുന്നതാണ്. 2 സ്പൂൺ ഇതുപോലെ നിറച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 സ്പൂൺ റവ നമ്മളിതിലേക്ക് ഇടുകയാണ്.
പിന്നീട് ഇതിന് ആവശ്യമായ ഉപ്പ് അത് ആട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഉഴുന്ന് കുതിർത്തിയ തണുത്ത വെള്ളം കുറച്ചും കൂടി ബാലൻസ് ഉണ്ട്, അതും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് ചേർത്താൽ മതി. ഇതൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. റവയും ഇട്ടതിന് ശേഷം ഇത് ഒന്നും കൂടി നമ്മൾ അടിച്ചെടുത്തു. ഇനി ഇത് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇഡ്ഡലിയുടെ മാവ് ആട്ടി വെച്ചിട്ട് 8-9 മണിക്കൂറായിട്ടുണ്ട്. ഇത് പുളിച്ചോന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്താൽ മതി, ഒരുപാട് കുത്തി കുഴയ്ക്കണ്ട. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ അല്പം ഈ സമയത്ത് നമുക്ക് ചേർക്കാം. നമ്മൾ ആദ്യമേ തന്നെ ഉപ്പൊക്കെ ഇട്ട് വെച്ചതാണ്. ഇനി നമുക്കിത് ഇഡ്ഡലിയാക്കാം. നമ്മളിവിടെ സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഡ്ഡലി തട്ട് എടുത്തിട്ട് അല്പം ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഇഡ്ഡലി മാവ് ഇതിലേക്ക് കോരി ഒഴിക്കാം. ഇത് കണ്ടില്ലേ, ഇപ്പൊ ഇത് നിറച്ച് പതഞ്ഞാണ് ഇരിക്കുന്നത്. ആ പതയാണ് നമുക്ക് ഒഴിക്കേണ്ടത്. വെള്ളം നമ്മൾ മാവ് ആട്ടി വെക്കുമ്പോൾ വെള്ളം കൂടി പോകാതെ വളരെ ശ്രദ്ധിക്കണം. ദോശമാവിനേക്കാൾ അല്പം വെള്ളം കുറവ് മതി ഇഡ്ഡലിക്ക്. നല്ല രീതിയിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ തട്ടും ഇതിലേക്ക് ഇറക്കി വെക്കാം. നല്ല രീതിയിൽ വെള്ളം തിളച്ചിട്ട് വേണം വെക്കാനായിട്ട്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 2 മിനിറ്റ് കിടക്കട്ടെ. അതിനുശേഷം മീഡിയമിലാക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ ഇഡ്ഡലി വേകുമല്ലോ. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് തട്ടൊന്നും വെച്ചിട്ടില്ലല്ലോ. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നല്ല ഇഡ്ഡലി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം.